ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസ് പോരാളികൾ സറണ്ടറായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൂട്ടം കൂട്ടമായി ഇപ്പോൾ സറണ്ടർ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പോവാണ്. ഹമാസിന് ഇനിയിപ്പം എവിടെയും ഒരു ആശ്രയമില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം അറബ് ലീഗും അവരെ കൈവിട്ട് കഴിഞ്ഞു. സറണ്ടർ ആകുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹമാസ് പ്രൊപ്പഗണ്ട വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പ്രൊപ്പഗണ്ട മീൻസ് അവരെ പിടിച്ചു വച്ചിരിക്കുന്ന ബന്ദികളിൽ എല്ലും തോലുമായിരിക്കുന്ന, ആഹാരം പോലും കൊടുക്കാത്ത രീതിയിലുള്ള ആ തരത്തിലുള്ള ഫൂട്ടേജസ് ഒക്കെ അവർ റിലീസ് ചെയ്തുകൊണ്ട് שאני עושה עכשיו, אני חופר את הקבר שמיועד מבחינתי לי, כי כל יום שעובר הגוף שלי הולך נחלש, נהיה רזה יותר וחלש יותר. ഇസ്രായേലിൻ്റെ ഉള്ളിൽ പ്രൊട്ടസ്റ്റ് എറപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ശ്രമം ഹമാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ കനത്ത പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയതിന് തൊട്ട് പിന്നാലെ. അതിനെ തുടർന്ന് ഹമാസിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ അറബ് ലീഗിൻ്റെ സൈഡിൽ നിന്നും ഹമാസിനെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഹമാസിനെ നിങ്ങൾ ഡിസാം ചെയ്യണം, നിങ്ങൾ ആയുധം താഴെ വെക്കണം, അതുപോലെ ഗാസയുടെ ഗവൺമെൻറ് റൂളിങ്ങിൽ നിന്നും നിങ്ങൾ പിന്മാറണമെന്ന് ശക്തമായ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ ഹമാസിൻ്റെ പ്രവർത്തകർക്ക് കൂട്ടമായിട്ട് ഇപ്പം സറണ്ടർ ആവുക എന്നുള്ളതിലുപരിയായിട്ട് വേറെ ഒരു മാർഗവും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഇസ്രായേലിൻ്റെ ചാനൽ 12 കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൂട്ടേജസ് ഒക്കെ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരമാവധി തെളിവുകളൊക്കെ ഞാനിവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഇതാണ് ഇപ്പം നിലവിൽ ഗാസയ്ക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയൽ ടൈം ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ അമേരിക്കയിലെ പെൻറ്റഗൺ ഗാസയ്ക്കുള്ളിലേക്കുള്ള സ്പെഷ്യൽ ടീമിനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെക്യൂരിറ്റി ടീം. അപ്പം US-ൻ്റെ ടീം ഗാസയ്ക്കുള്ളിൽ വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മീൻസ് US-ൻ്റെ ട്രൂപ്പ്, US സോൾജേഴ്സ് സ്പെഷ്യലായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു ടീമിനെ അറേഞ്ച് ചെയ്ത് അമേരിക്ക ഗാസയ്ക്കുള്ളിലേക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ഈ ഒരു സിറ്റുവേഷൻ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കി വിലയിരുത്താനാണ് സ്റ്റീവ് വിറ്റ്കോഫ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ റഫ ഭാഗത്ത് സന്ദർശിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും യഥാർത്ഥത്തിൽ ഇപ്പം ഗാസയിലുള്ള പിക്ചർ, ഗാസയെക്കുറിച്ചുള്ള ആ ഒരു കോൺസെപ്റ്റ് നേരെ മറിയാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഇനി കൂടുതൽ മുറവിളി കൂട്ടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.